നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ഹോളിവുഡ് റിലീസായ ഏലിയനെ കുറിച്ചാണ്. ഈ സിനിമ ആക്ച്വലി വെള്ളിയാഴ്ച ഇറങ്ങിയാണ്. ഞാൻ ഈ സിനിമ കണ്ടത് PVR ലുലു മാളിൽ OD6 എന്നാണ്. ഒബ്വിയസ്ലി അത് 4K ലേസർ അറ്റ്മോസ് വിത്ത് റിയൽ ഡി 3D ആണ്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ആ സിനിമ 3 ദിവസമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ ലാസ്റ്റ് ദിവസം സൺഡേ ആണ് ഞാൻ ഈ സിനിമ കണ്ടത്. ഇല്ലെങ്കിൽ മൺഡേ ആയിരുന്നെങ്കിൽ എനിക്ക് PVR പാസ്പോർട്ട് ഉപയോഗിക്കായിരുന്നു. അൺഫോർച്യുനേറ്റ്ലി അവർ അത് കഴിഞ്ഞത് സാധാ സ്ക്രീനിലേക്ക് മാറ്റി. പക്ഷേ 3D ഏറ്റവും ബെസ്റ്റായിട്ട് കാണാൻ പറ്റിയ സ്ക്രീൻ എന്ന് പറയുന്നത് അതായിരുന്നു. റിയൽ ഡി 3D ഉള്ള സ്ക്രീനാണ് അവിടെ തന്നെ പോയത്. പിന്നെ അവിടുത്തെ ബാർക്കോ പ്രൊജക്ടർ വെച്ച് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് അവിടുത്തെ ഇപ്പോഴത്തെ സ്ക്രീൻ ഒക്കെ അടിപൊളിയാണ്. സീറ്റ്സ് മാത്രമാണ് പ്രശ്നമുള്ളത്. പിന്നെ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ എനിക്ക് ഇഷ്ടമായി. ആക്ച്വലി പേഴ്സണലി വർക്കായ സിനിമയാണ്. ഭയങ്കര ഗംഭീര സിനിമയാണെന്നുള്ള അഭിപ്രായമില്ല. സാധാരണ ഒരു പിക്സാർ ലെവൽ ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ തോന്നിയില്ല. കാരണം അതിൻ്റെ സ്റ്റോറി വാസ് ലൈക്ക് അവർ ത്രെഡ് റീപർപ്പസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഐ മീൻ ഇവരുടെ ഒരു ബേസിക് സ്റ്റോറി ഉണ്ട്, അത് തന്നെ ഒരു വേറെ രീതിയിൽ, അതുകൊണ്ടൊരു ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടോ അങ്ങനെയൊന്നും തോന്നിയില്ല. ഒരു യൂഷ്വൽ മൂവി, പിക്സാർ മൂവി, ബട്ട് ഇറ്റ് വാസ് ഫൺ. ഭയങ്കര എൻജോയബിൾ ആണ്. ഭയങ്കര മോശമൊന്നും പറയാനൊന്നുമില്ല. നല്ല കിടിലൻ അനിമേഷൻ ആയിരുന്നു. അത് മാത്രമല്ല ഇതിൻ്റെ 3D ഭയങ്കര നല്ലതായിരുന്നു. ഭയങ്കര ഹൈ ക്വാളിറ്റി DCP ആയിരുന്നു. എല്ലാ രീതിയിലും അടിപൊളിയായിരുന്നു. എനിക്ക് ആക്ച്വലി സിനിമ ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഇഷ്ടം വെച്ചാൽ അത്യാവശ്യം നല്ലോണം ഞാൻ എൻജോയ് ചെയ്തു. പക്ഷേ ഞാൻ ചിന്തിച്ചുമ്പോൾ നമുക്ക് ആ സിനിമക്കകത്ത് പ്രത്യേകിച്ച് ഒന്നും ഇല്ലാന്ന് ഫീൽ ചെയ്യും. സാധാരണ ഒരു പിക്സാർ മൂവിയാണ്. പക്ഷേ അന്ന് അവരുടെ സ്ഥിരമായൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ ലെവലിലേക്ക് അത് എത്തിയതുമില്ല. വോയിസ് ആക്ടിങ് ഒക്കെ നല്ലതായിരുന്നു. പക്ഷേ എന്തോ നമുക്ക് അന്നാലും ഒരു മിസ്സിങ്ങും ഫീൽ ചെയ്യും. കാരണം ഒന്നും ഇല്ല പടത്തിനകത്ത് ഭയങ്കരമായിട്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക്. കാരണം 3D എക്സ്പീരിയൻസ് കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ അത് മാത്രമേ എക്സ്പെക്റ്റ് ചെയ്യുള്ളൂ. ഞാൻ ട്രെയിലർ പോലും മര്യാദയ്ക്ക് കണ്ടിട്ടുണ്ടായില്ല. ജസ്റ്റ് എന്താ അവിടെ കണ്ടു. അതുകൊണ്ട് അവിടെ പോയി കണ്ടു. ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ ഷെഡ്യൂൾ ചെയ്തപ്പോൾ മൺഡേ ട്യൂസ്ഡേ ഒക്കെ വേറെ സ്ക്രീനിലേക്ക് ഇട്ടു. പിന്നെ ഫോറമോളിൽ ഞാൻ പറയുന്ന പോലെ സ്ഥിരമായി സ്ക്രീൻ 6ലാണ്. അവിടുത്തെ സ്ക്രീൻ 6ലെ 3Dയോട് എനിക്ക് വലിയ മതിപ്പൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം ഇവിടെ തന്നെ കാണാൻ നോക്കി. ഓക്കെയാണ് സിനിമ, എൻജോയബിൾ ആണ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ഒബ്വിയസ്ലി. അത്യാവശ്യം ചിരിക്കാനൊക്കെ ഉണ്ട്, ഒരു ഇമോഷണൽ ഫീലൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു ഇമോഷണൽ ഡെപ്ത് ഇതിനില്ല. ഇമോഷണൽ ഫീലുണ്ട്, പക്ഷേ ആ ഡെപ്ത് ഇതിനില്ല. പൊതുവെയുള്ളൊരു പിക്സാർ മൂവി കാണുന്ന പോലത്തെ. പിന്നെ സിനിമയെക്കുറിച്ച് ഭയങ്കരമായിട്ട് പറയുകയാണെന്നുമില്ല. ഇതിൻ്റെ സൗണ്ട് ട്രാക്ക് എന്ന് വെച്ചാൽ ഇതിൻ്റെ DCP ഞാൻ പറഞ്ഞില്ല, നല്ല ക്ലാരിറ്റി 2K DCP ആണല്ലോ 3D ആകുമ്പോൾ. പക്ഷേ അതിൻ്റെ ക്ലാരിറ്റി ഭയങ്കര നല്ലതായിരുന്നു. നല്ല 3D ആണ്. നല്ല കിടിലൻ ഡെപ്ത്തുള്ള സിനിമയാണ്. 3Dക്ക് വേണ്ടി ഉണ്ടാക്കിയ വിഷ്വൽസ് പോലെയാണ്. ഒബ്വിയസ്ലി പോപ്പ് ഔട്ടോന്നൊന്നും ഞാൻ പറയില്ല. അതായത് നമ്മൾ മുഖത്ത് വന്ന് നിൽക്കുന്ന 3D ഒന്നുമില്ല. നല്ല അടിപൊളി രസമുള്ള ഡെപ്ത്തുള്ള 3D ഉള്ള സിനിമയാണത്. എൻജോയബിൾ മൂവിയാണ്. നിങ്ങൾ ആരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴത്ത് പറയുക. എനിക്ക് എന്തായാലും സിനിമ വർക്കായി. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.